പേടിക്കണ്ട, ഞാൻ നോക്കിക്കോ. ഇതാ അത് കുഴപ്പമില്ല, അതിന് വരുമ്പോൾ മതി. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. ഇപ്പോൾ ശരീര സംബന്ധമായിട്ടുള്ള ആ ഔഷധക്കാരൻ്റെ ആസ്ഥാനത്ത് കിടക്കുമ്പോൾ എനിക്ക് ദീപം തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് എന്നോട് പ്രാർത്ഥന വെച്ചാൽ അത് പേടിക്കേണ്ട, നീ വെക്കും. ഒക്കെ എന്നെ നല്ലവണ്ണം പ്രാർത്ഥിക്കണം. ആ ഔഷധക്കാരത്തിൻ്റെ ഒരു വെള്ളി നാണയം പൊതിഞ്ഞു കെട്ടി അവിടെ വെച്ചോ. ഇന്നെ ചെയ്തോ ഒരു നാണയം ശിവന്റെ ക്ഷേത്രത്തിൽ കർമ്മം ചെയ്ത് ഇല്ല തീർത്താ എന്താ ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു? പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടായിരുന്നു. അതെന്ത് എന്താ ഈ നക്ഷത്രം പറഞ്ഞു കൊടുത്തു. നീ ഇറങ്ങിക്കോ, ഞാൻ തരപ്പെടുത്തി തരാം. വ്യാഴം 11 വന്നിട്ടുണ്ട്. നീ ഇറങ്ങി ഭാഷ പഠിക്കാൻ പോകുന്നില്ല. നീ അങ്ങോട്ട് കയറുമ്പോൾ എന്നെ വിളിച്ചോ. എനിക്ക് ഏത് ഭാഷയും ഭാഷ, പക്ഷെ എനിക്ക് പറയാൻ പറ്റിയൊരു ഭാഷ ഇത് മാത്രമേ. അത് ഞാൻ എന്നെ കാണാൻ വരുന്നത് മലയാളം മണ്ണിലുണ്ണികളല്ല, അവരോട് എനിക്ക് വേറെ ഭാഷ പറയാൻ പറ്റും. ഏത് ഭാഷ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. മതിയാ? തകട് കൊണ്ട് പോകണം കേട്ടോ. ഇത്രയല്ലോ. അതിനാ നിനക്ക് പേടി? അവിടെ ചെന്നിറങ്ങി അവിടെ എഴുതി ഒപ്പുവെച്ച് അന്ന് തൊട്ടുള്ള വെള്ളി കിട്ടും നിന്റെ ഉണ്ണിക്ക്. നിനക്ക് എന്താ പേടി? എത്ര ഇപ്പം കണ്ട ആ ഉണ്ണി 6 കടന്ന് പോകാൻ പറഞ്ഞു വന്നത്. നിന്റെ ഉണ്ണിനെ ഞാൻ 6 കടത്തി തന്നുണ്ട്. അവിടെ ചെന്ന് ആ അധികാരികൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേരില് നിന്റെ ഉണ്ണിയുടെ പുസ്തകത്താള് കൊടുത്ത് അവിടെ എഴുതി ഒപ്പുവെച്ച് അവർ പറയുന്ന എത്ര ദിവസം ഇരുന്നാലും ആ പൈസ കുറയില്ല നിന്റെ ഉണ്ണിക്ക്. പോരെ, പിന്നെ നിനക്കെന്താ പേടി? അവിടുത്തെ ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, അല്ലാണ്ട് വില്ലും വേലയ്ക്ക് പറ്റില്ല. അത് മലയാള മണ്ണല്ല എന്ന് പറഞ്ഞു കൊടുത്ത എന്റെ അധികാരി മണലാരണ്യത്തിൽ പോയിട്ടുള്ളതാ. അതിന് നിനക്കെന്താ പേടിന്ന്? എന്റെ ഉണ്ണി അവിടുത്തെ അധികാരപത്രം കിട്ടണേ 2 വർഷക്കാലം കഴിയണം. അതെ, അവിടെ ചെന്നിട്ടേ അത് മനസ്സിലാവണ്ട. ആ ഉണ്ണിക്ക് എല്ലാം അറിയാവുന്ന. നീ ഇന്ന് സമാധാനപ്പെടുന്നു. എനിക്കെന്താ, എന്റെ വെള്ളി എത്ര കാലം കഴിഞ്ഞാൽ ആ ഉണ്ണി തരും. പിന്നെ നിനക്കെന്താ പേടി? ഞാൻ അവിടെ കൊണ്ടുവന്നിരുത്തിന് അത് അതിന്റെ ഒരു കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് കഴിയുമ്പോ കയറും. അവിടെ ഇരുന്ന വെള്ളിയൊന്നും കിട്ടായിട്ട് നീ പൊക്കോ. ഇതിനാണോ നീ എന്റെ അടുത്തേക്ക്? അത് കഴിഞ്ഞപ്പണേ ഭയങ്കര ഒരു നാട്ടില് മൊത്തം എല്ലാവർക്കും. പക്ഷെ നമ്മളൊന്നും മനസ്സിലായില്ലേ? എന്നെ ഏറെ പഴി പറയുന്ന, ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന എന്റെ അച്ഛൻ്റെ ജന്മം നൽകിയ കാളിയായാലും ശരി, എത്ര കരുക്കലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ഞാനാ. എന്നെ ഏറ്റവും കൂടുതൽ നല്ലത് പറയുന്നതും എന്നെയാ, അല്ലേ? അപ്പൊ ഞാനൊരു ദിനം എന്തോരം പഴി കേൾക്കുന്നുണ്ട്. എന്റെ കാര്യം നടത്തി കൊടുത്താലും എന്നെ നല്ലത് പറയും. ഒരു തവണ ഞാനൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനപ്പ കുറ്റം പറയും. നിനക്ക് തരാണ് തന്നിട്ടല്ലേ, നീ യാത്രയല്ല, നീ എന്താ ചെയ്തു തന്ന? മനസ്സിലായ? നീ അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തീർപ്പാക്കിയെന്നില്ലേ? നിനക്കെന്താ പേടി? നിനക്ക് പേടിക്കേണ്ട ഉണ്ണി ഇത് മാത്രമല്ലോ. നീ ജന്മം നൽകിയ ഉണ്ണിനും നീതിയുടെ ഉണ്ണിനും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? മനുഷ്യ മഹാജനങ്ങളെ വാമൂടി കെട്ടാൻ പറ്റില്ല ഉണ്ണിയെ. നിനക്കെന്താ പേടി? നിനക്ക് പേടിക്കേണ്ട ആളങ്ങേരാ. അങ്ങേരെ മറച്ചു വെച്ച് നീ പോണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിനക്ക് എന്തിനാ പേടി? നീ പൊക്കും.
എന്താ നീ ഇറങ്ങാത്തേന്ന്? ഞാൻ കൊണ്ടുവന്ന് തരാൻ വേണ്ടി കാത്തിരിക്കല്ലേ. രേവതിയല്ലേ നക്ഷത്രം, വ്യാഴം 11 വന്ന് നിൽക്കണ്ട. മംഗല്യം നടക്കേണ്ട സമയത്ത് ഇങ്ങനത്തെ മംഗല്യം ഞാൻ കുട്ടിക്കെട്ടും. നീ അന്വേഷിച്ചിറങ്ങും, അല്ലാണ്ട് ഒരു ഉണ്ണി വരില്ല. വിളിക്കാറുണ്ട് അവര്, അങ്ങോട്ട് വിളിച്ച് ഇപ്പം നല്ല സമയമാണ്, നടക്കേണ്ട സമയമാണെന്ന് പറഞ്ഞാൽ ശരിക്കും കഴിച്ചോട്ടാ. മംഗല്യം നടക്കേണ്ട സമയത്ത് ഇങ്ങനത്തെ തീരാലാത്ത മംഗല്യം ഞാൻ നടത്തിത്തരും. നല്ല സമയമാണ്. നീ കിടന്ന് തിരിയേണ്ട സമയമല്ല. നീ കൊക്കോ, ഞാനല്ലേ പറഞ്ഞു. ശരിക്കും എന്റെ നക്ഷത്രം പറഞ്ഞു ആ ഉണ്ണിയുടെ എവിടുന്നാ വരുന്നത് ചോദിച്ചിട്ട് എന്റെ പുരുഷന്റെ ദേശം പറ. ഞങ്ങൾ സ്നേഹബന്ധത്തിലാണോ മംഗല്യം കഴിച്ചത്? വേറെ ഏതെങ്കിലും ഉണ്ണിയായിട്ട് ആ ഉണ്ണിക്ക് സ്നേഹം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ? അവനുടെ ഉദരത്തിലേക്ക് ഒരു വിഷകാനി കിട്ടിയിട്ടുണ്ട്. അതാണ് കുഴപ്പം. ഈ ഒരു 10 കർമ്മം പ്രവർത്തിക്കുക. ആ ഉണ്ണിയുടെ സന്താനത്തിന്റെ ഒരു ചിത്രം കൊണ്ടുവരാൻ നിങ്ങൾ തങ്ങിപ്പാർക്കുന്ന ഭവനത്തിന്റെ 4 ഭാഗത്തു നിന്നുള്ള മണ്ണ്, ഒരു മധു, ഒരു കോടിയാണം കൊണ്ടുവരാം. ആ ഉണ്ണിനെ ഉടിഞ്ഞൊരു വെള്ളി കൊണ്ടുവരാം. മനസ്സിലാവില്ല? എന്നിട്ട് ഞാൻ ഒരു മധു തരാം, അത് കൊണ്ട് കൊടുക്കും. എന്നിട്ട് കുറവ് വരുമ്പോൾ ആ ഉണ്ണിനെ കൊണ്ട് പോവാം. അതിന് തടഞ്ഞ കുഴപ്പമില്ല. ആ ഉണ്ണി നല്ലവണ്ണം നിദ്ര കൊണ്ടുമ്പോഴേ ഒരു നെറുകയിലും നെഞ്ചിലും കൈവച്ച് തൊട്ട് ഒരു വെള്ളി നാണയം. മനസ്സിലാവണ്ട? മായക്കാര എൻ്റെ കണ്ടത്തിൽ മിന്നുകെട്ടി ഇന്ന ദേശത്ത് ഇന്ന മാതാവിൽ പിതാവിന് ജനിച്ച ഉണ്ണി സന്താനത്തിന് മധു സംബന്ധമായിട്ട് ആര് എന്ത് കൊടുത്തിനെങ്കിലും മധു പടിപടിയായിട്ട് കുറച്ച് കൊണ്ടുവന്ന് ആ മധുവിൻ്റെ ആ ഓർമ്മയും മധുവിൻ്റെ കൂടെയുള്ള ഒരു ആശയ്ക്ക് നിർത്തി തരണം എന്ന് പറയാം. അതായത് മനസ്സിലായി കഴിക്കാനുള്ളതായ ഒരു പ്രവണത ഇല്ലാണ്ടാക്കി തരണം എന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു വയ്ക്കാം. ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, ഭവനത്തിൻ്റെ 4 ഭാഗത്ത് ഒരു നുള്ളു മണ്ണ്, ഒരു മധു വേറെ കൊണ്ടുവരാം. എന്തിനാണെന്നറിയാം? അത് ഞാൻ അങ്ങോട്ട് പൂജിച്ച് തരും. നീ അത് ആ ഉണ്ണിക്ക് കൊടുത്ത ആ ഉണ്ണി കഴിക്കുന്ന നിറമേത അത് കൊണ്ടുവരാം. മനസ്സിലായില്ല? ചില ഉണ്ണികൾക്ക് ഇന്ന നിറത്തിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാൻ എനിക്ക് തെറ്റില്ല. നീ ഞാൻ വഴിണ്ടാക്കി ആ ഉണ്ണിയുടെ പേര് എഴുതി കൊടുത്തു. ഏതാ കർമ്മുള്ള ഉണ്ണിയില്ലേ? ഉണ്ണിയുടെ പേര് എഴുതി ഞാൻ വഴിണ്ടാക്കി. അല്ല, ഇത് വേണ്ടപ്പെട്ട അധികാരികളായിട്ട് കാര്യം പ്രവർത്തിച്ചോ? അതാ വേണം. ആദ്യം അങ്ങനത്തെ ഒരു പടിയിലേക്ക് ചെല്ലാം. മനസ്സിലായില്ല? കർത്തപത്രക്കാരൻ അതിന്റെ പിന്നാലെ നടക്കാനേ നോക്കുള്ളൂ. ഇത് നിനക്ക് വേണ്ടപ്പെട്ട സന്ധുബന്ധുമിത്രാദികളായിട്ട്, അതായത് അന്ന് കാലത്ത് മംഗല്യം കഴിഞ്ഞ അതിലുള്ളതായ ഏതെങ്കിലും സന്ധുബന്ധുമിത്രാദികളായിട്ട് ആദ്യം ഒരു കൂടിക്കാഴ്ച. അത് പറ്റില്ലെങ്കിൽ നീ പറഞ്ഞ നിന്റെ കുലാചാര പ്രകാരമായിട്ടൊരു കൂടിക്കാഴ്ച. ഇത് പറ്റില്ലെങ്കിൽ തൊപ്പിക്കാര്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ കയ്യ കർത്തപത്രക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നു. അല്ലെങ്കിൽ കർത്തപത്രക്കാരൻ എന്ത് ചെയ്യും? നടക്കേണ്ടി വരും 4-5 കൊല്ലക്കാലം. മനസ്സിലാവണ്ട? അപ്പൊ അതിനാണ് ഞാൻ ആദ്യം ഒരു പടി പോട്ടെ. മനസ്സിലായില്ല? രണ്ടാമത്തെ പടി ആ നിന്റെ കുലാചാര പ്രകാരമായിട്ടുള്ള നീ പറഞ്ഞ സമുദായ സങ്കല്പത്തിലുള്ള ഉണ്ണികളും നിന്റെ ബന്ധുക്കളും പോയി പറഞ്ഞ് അത് ഞാൻ അപ്പൊ തീർപ്പാക്കി തരാം. അങ്ങോട്ട് കൂടുതൽ പോകണ്ട. അങ്ങോട്ട് കൂടുതൽ പോയാൽ നീ കിടന്ന് നടക്കേണ്ടി വരും. അത് എഴുതി കൊടുത്തു. നീ പേര് എഴുതി കൊടുത്തു. ഇത്രയൊക്കെ ഞാൻ ആക്കി തന്നിട്ടുണ്ട്. പണി കുറെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്.
ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്നും മണ്ണ് കൊണ്ടുപോവാ. മനസ്സിലാവണ്ട? ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ് കൊണ്ടുപോവാ. എന്റെ നാമോദയം പറഞ്ഞ്, നക്ഷത്രം പറഞ്ഞ്, ഒരു പച്ചപ്പട്ട്, ഒരു ചന്ദ്രക്കല, 5 കോഴിമുട്ട, ഒരു പുരുഷ പ്രതിമ കൊണ്ടുപോവാ. വഴി ഞാൻ ഉണ്ടാക്കി തരാം. നിന്റെ ഭവനത്തിൽ എത്ര പേരുണ്ട്? സന്താനങ്ങള് നാമോദയം പറയും, നക്ഷത്രം പറയും. ആ, 2 പേരുടെ സമയം നല്ലതാ. നിന്റെ പിണിയാളുടെ നക്ഷത്രം പറയാം. അതും കുഴപ്പമില്ല. അതൊക്കെ പോയതല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യം, അതൊക്കെ തരപ്പെടുത്തി തരാം. അപ്പൊ 2 പേരുടെ പേരിൽ 10 കർമ്മം പ്രവർത്തിക്കാം. ഒരു മധു, ഒരു കോടിയാള, ഒരു പാത്രം നെയ്യ്, ഒരു പച്ചപ്പട്ട്, ഒരു ചന്ദ്രക്കല, 5 കോഴിമുട്ട, ഒരു പുരുഷ പ്രതിമ കൊണ്ടുപോവാം. ഞാൻ വഴി പച്ചപ്പട്ട് എനിക്ക് അല്ലടാ, ചേരമാന്റെ സ്ഥാനത്തേക്കുള്ളതാണ്. നാലാം വേദക്കാന്റെ ദോഷം എത്രയും പെട്ടെന്ന് തീർത്തേക്കണം. മനസ്സിലായ? 4-ാം വേദക്കാന്റെ ദോഷം എത്രയും പെട്ടെന്ന് തീർത്തേക്കണം. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞത് കർക്കിടകത്തിൽ വീണ് കിടക്കണ്ട. നീയല്ലേ അങ്ങയുടെ ചിത്രം ഉണ്ടാ? നീ തല്ലുകൂടി ഉണ്ണിയുടെ ചിത്രം എങ്ങാനും കയ്യിലുണ്ടാ? അത് മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് ചൊവ്വാഴ്ച പറയാം കേട്ടോ. ഇറങ്ങി ചൊവ്വാഴ്ച നോക്കാം. കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പുറത്തേക്ക് ആ മണലാരണ്യത്തിന് നിന്റെ ദേശത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. അവര് തമ്മിൽ അടുപ്പം പിടിയിട്ടുണ്ട്. ഇനി ഞാൻ തീർപ്പാക്കി. അവര് അനങ്ങണില്ല. ഇത്ര ദിവസമായിട്ട് അവര് ഈ കാര്യത്തെ കുറിച്ച് തീരുമാനമൊന്നും വരില്ല. അപ്പൊ ഇന്നല അവരുടെ കൂട്ടുകാരും വിളിച്ച് സംസാരിച്ചവളാ. അപ്പൊ അവർക്ക് അവരൊക്കെ കുറെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, നീ വേറൊന്നും പറയാനില്ല, വേണ്ടെങ്കിൽ വേറെ തന്നെ പറഞ്ഞ തീരുമാനം. അവിടെ വീട്ടിൽ ആരും വന്നിട്ടില്ല, വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ അവളിവിടെ പോകുന്ന എനിക്ക് ജോലിയുടെ കാര്യത്തിനൊന്നും എന്ത് വന്നാലും സേവിക്കുന്നതിനൊക്കെ പറഞ്ഞത് എല്ലാ ജോലിയും ഉണ്ണിയുടെ അതെ. അപ്പൊ അതും പിന്നെ വേറെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ വന്നിട്ട് ജോലി കിട്ടുന്നത് ആ ജോലി എല്ലാം വേണ്ടിയായിട്ട് അതായിക്കോട്ടെ. നിൽക്കേണ്ട പേടി ഞാൻ പറഞ്ഞത് ആ പെൺസന്താനത്തിന് ആ മണലാരണ്യത്തിന് ഞാൻ ചാടിക്ക് നിന്റെ ദേശത്തേക്ക് കൊണ്ടുവരും. അവരായിട്ടുള്ള ബന്ധം പിടിപ്പിച്ചു തരുന്നു. അതൊക്കെ പിടിപ്പിച്ചത്. ഇനി എനിക്ക് പണിയെടുക്കാനൊരു വഴിതാവുന്നേ.
ഒരു പെൺസന്താനം ഈ ഉണ്ണിക്കറിയുന്ന ഒരു ഉണ്ണിയുടെ പെൺസന്താനം ഉണ്ണി കർമ്മം ചെയ്യുന്ന സ്ഥാപനത്തിൽ വേറെ ഉണ്ണിയായിട്ട് വേറൊരു ബന്ധം കണ്ടപ്പോൾ ഉണ്ണി അതിന് തട നിന്നു. മനസ്സിലായില്ല. അവസാനം ഈ ഉണ്ണിക്കത് വിനയായിട്ട് വന്നു. അതെന്താ കാര്യം? നിനക്ക് ഞാൻ സ്ഥാപനത്തിൽ ഒരു കൊട്ടവ, ഇനി ഇത് നിനക്കൊരു പാടാ. മനസ്സിലായില്ല. നിന്റെ കൂടെ പറഞ്ഞു നിന്റെ പിണിയാളരല്ല. മനസ്സിലായില്ല. ഏത് പെൺസന്താനം ഏത് ഉണ്ണിയായിട്ട് ഏത് ശാരീരിക സുഖത്തിന് പോലും നിനക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ആ സ്ഥാപനത്തിൽ എന്തിനാ? വില്ലും വേലയ്ക്ക്. ആ വില്ലും വേല കഴിയാൻ 30 നാൾ കൂടുമ്പോ വെള്ളി ഭംഗിയായിട്ട് നിന്റെ വിയർപ്പിന്റെ ആ വെള്ളി വാങ്ങിക്കാ പോരാ. മനസ്സിലാവണ്ട? കുപ്പിക്കാരുടെ സ്ഥാനത്ത് കേറി ഒന്നും ചെയ്തില്ല. അതല്ല ചോദിച്ചേ, ആ അഴിക്കുള്ളിലിട്ടില്ല. അതുപോലെ തന്നെ നിര്യാണം വന്ന സ്ഥലത്ത് 16 ദിനത്തിനുള്ളിൽ ആ ചടങ്ങിലും അതിൻ്റെതായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ഇതിനെ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ പെറ്റ് പ്രസവം കഴിയുന്ന ആ ഇല്ലത്ത് പോകുമ്പോൾ ആ പൈതലിനെ കാണാനോ അല്ലെങ്കിൽ ആ ഭവനത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതുണ്ടാവരുത്. അല്ലാത്ത സമയത്ത് നീരാട്ട് കഴിഞ്ഞ് നീ എൻ്റെ ചെമ്പോലത്ത് കിടന്നിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മായക്കാര ഇങ്ങനൊരു കാര്യത്തിന് സ്ഥാപനത്തിൽ ഞാൻ കർമ്മം ചെയ്തു, എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ കർമ്മത്തിന് ആരും ഒരു കോട്ടവാട്ടം വരുത്താതെ കണ്ട് എൻ്റെ പേരിൽ വന്ന ആ ഒരു മാനക്കേട്, നാണക്കേട്, അഭിമാനക്കേടൊക്കെ നീ എനിക്ക് തീർത്ത് തരണം. അതിൽ തെറ്റ് ചെയ്തവരാരാണെന്നും ശരി ചെയ്തവരാണെന്നും നീ അവർക്ക് 10 പേര് കാണലെ കാണിച്ചു കൊടുത്തേക്കണം എന്ന് പറഞ്ഞേക്കാം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ തൊപ്പിക്കാരുടെ ആസ്ഥാനത്ത് പോയിട്ട് ആ തൊപ്പി വെച്ച ഉണ്ണി, ആ വസ്ത്രമണിഞ്ഞ ഉണ്ണി എൻ്റെ ശരീരത്തിൽ 2 പ്രാവശ്യം കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുഭവം നീ ഉണ്ടാക്കി കൊടുക്കും. എത്ര വേണ്ടു ഞാൻ പോയി വാങ്ങിച്ചു തരാം. ഞാൻ തല്ലാണ്ടിരിക്കുന്ന വേറെ ഒന്നും കേട്ടല്ല. അല്ല ഉണ്ണി, ഞാനതിന് ഉണ്ണി സന്താനങ്ങളെ നോക്കാതിരുന്നിട്ടില്ല. മനസ്സിലായില്ല. അവൻ വെള്ളി ചോദിച്ചിട്ടല്ലാതിരിക്കാനും എൻ്റെ ഉണ്ണി ആറ് കടന്ന് പോയിട്ടുള്ള ഉണ്ണിനെ ദ്രോഹിക്കാനും ഉണ്ണി സന്താനങ്ങളെ ദ്രോഹിക്കാനും അത്രയും പ്രാർത്ഥന വെച്ചിട്ട് എനിക്ക് 5 പേരെ വേണ്ടേ, ഒരാളെ വേണ്ടേ? അത്രയും മതി. ഈ ഒരു വാക്ക് കേൾക്കാൻ. എൻ്റെ ഉണ്ണി ആറ് കടന്ന് പോയി ഉണ്ണിക്ക് ഒരു ആപത്തും കൂടാതെ കണ്ട് ഉണ്ണിക്കും ഉണ്ണിയുടെ സന്താനങ്ങൾക്കും മാതാവിനും കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. വെള്ളി അതിൻ്റെ അപ്പുറത്ത് വെള്ളി ഉണ്ടാക്കാം എൻ്റെ ഉണ്ണിക്ക്, ഇല്ലേ? പക്ഷേ എൻ്റെ ഉണ്ണി വീണ് കിടന്നാലോ? ഈ 2-3 വെള്ളിക്ക് വേണ്ടി എൻ്റെ ഉണ്ണി വീണ് കിടന്നാലോ എന്നാ ചോദ്യമുള്ളൂ. ആ വെള്ളി ഞാൻ എൻ്റെ ഉണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉണ്ണിനെ അപ്പത്തരാം ഇപ്പത്തരാം, അപ്പവായോ ഇപ്പവായോ എന്ന് കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിയുടെ സമയം ഒന്ന് മാറും. അതെല്ലാം തിരിച്ചില്ല. സമയം മാറുന്നു നോക്കിയിട്ടാണ് ഞാൻ നിൽക്കണേ. അല്ല ഉണ്ണി പോക്കും ഇതുവരെ ഇല്ല, നാളെ ഉണ്ടാവില്ല പോലെ. അതല്ല എനിക്ക് ഏറ്റവും പ്രത്യേകതയിൽ നോക്കേണ്ടത് അതാ. മനസ്സിലായില്ല ഉണ്ണിക്ക്? അതല്ല ഞാൻ പറഞ്ഞു. ഈ 5 പേര് വേണോ, ആ ഒരാൾ വേണോ, ഏതോ വേണമെന്ന് ചോദിച്ചത് എൻ്റെ കാര്യം മനസ്സിലായി. സന്തോഷല്ലേ? ധർമ്മ മേഖലയ്ക്ക് എൻ്റെ ഉണ്ണിക്ക് ഒരു വേർപ്പ് പൊടിയാതെ കണ്ട് ഞാൻ അവിടെ ഒരു മനോവിഷമില്ലാതെ കണ്ട് എൻ്റെ വാഹനം എന്നെ കൊണ്ടു നടക്കുമ്പോൾ ആ ഉണ്ണിനെ ആ കർമ്മ മേഖലയിൽ ഏതൊക്കെ ഭാഷകൾ വചനുണ്ടാവുന്ന എല്ലാ ഉണ്ണികൾക്കും പേരും പ്രശസ്തിയോട് കേമനായിട്ട് നല്ല ഉണ്ണിയായിട്ട് ഈ നേരം വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ എന്നൊന്നും മറക്കണം, അത് പറ്റില്ല.
ഇതായോ പേര് വെച്ചിട്ടുണ്ട് അവരോട് പറയുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നീ പേടിക്കണ്ട. ഇവിടുന്ന് വരുന്ന നക്ഷത്രം പറയുന്നത് എൻ്റെ ഭവനത്തിൻ്റെ കണക്കിൽ വല്ല പഴമെന്നറിയോ? അതൊന്നും നോക്കി അവിടെ പഴച്ചു കിടക്കുക. അന്നം പാചകം കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് വല്ല പൊട്ടലുണ്ടോ? ആ മതി. നീയേ അടുക്കള പുതിയതായിട്ട് കെട്ടിപ്പണിയാലും ശരി പഴയതായാലും ശരി അതിൽ എന്തെങ്കിലും അനധാരികളൊക്കെ കൂട്ടിച്ചേർക്കുക, അത് മൂടി പിടിപ്പിക്കുക ചെയ്യുമ്പോൾ മനസ്സിലാവണ്ട. ചന്തത്തിൽ ചമച്ചൊരുക്കുമ്പോൾ മൊത്തം കണക്ക് നോക്കണം. എത്ര പേരുണ്ടോ? മൂന്നാണ്. നക്ഷത്രം പറഞ്ഞ നക്ഷത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കും ഈ ഭാഗം കൊണ്ട് തരിപ്പ് വേവലാജുള്ള 3 പേരുടെ പേരിൽ അയ്യൻ്റെ കർമ്മം പ്രവർത്തിക്കുക. ഭവനത്തിൻ്റെ 4 ഭാഗത്ത് ഇരുന്നുള്ള മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്. അത് കഴിഞ്ഞിട്ട് നീ ആ ഭവനം നല്ല തച്ചനെ കൊണ്ടുവന്നു. ഇതുപോലെ ആലയം വെട്ടിപ്പണിന്ന് നല്ല തച്ചനെ കൊണ്ടുവന്ന് കണക്ക് തീർത്തു. ഇല്ലെങ്കിൽ 10 വെള്ളി നീ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അടുത്ത ദിവസം 15 വെള്ളി നിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകും. 2 മുറി അറിയാം. 2 മുറിയാണ്. കണക്കിൽ പഴച്ചിട്ടുണ്ടല്ലോ. സ്ഥാനത്തിന് കുറ്റമല്ല, നമ്മൾ കണക്കിൽ പഴച്ചു. അതായത് ആ ഉണ്ണിസന്താനത്തിന്റെ സമയം നല്ലതാ, നിന്റെ പിണിയാളുടെ സമയം നല്ലതാ. നിന്റെ സമയം മാറിയിട്ടുണ്ട്, വ്യാഴം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടേക്കല്ല നീ വരണേ. എവിടേക്കാ? നീ 10 വെള്ളി നീ എന്തെങ്കിലും കാര്യം ചെയ്യാന്ന് പറഞ്ഞ അവിടെ മനസ്സിൽ സങ്കല്പിച്ച് അവിടെ വെച്ചാൽ ഇത്തിരി നേരം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും വേവലാതിക്കും ആ വെള്ളി ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിക്കും, അടുത്ത് കൊടുക്കും, പിന്നെ അവരുടെ കയ്യിൽ കിട്ടാൻ വൈകും. അപ്പൊ നിന്റെ ഈ കാര്യം നടക്കില്ല. നാളെ നീ വേറെ ഉണ്ണിക്ക് കൊടുക്കാനായിട്ട് സ്വരൂപിച്ച് വെച്ച വെള്ളി അത് വേറെ വഴിക്ക് പോയ ഈ ഉണ്ണിക്ക് ഇട്ട് കൊടുക്കാനും പറ്റില്ല. അതെടുത്ത് പോയ കാര്യം നടപടി ആയില്ല. മനസ്സിലായ? പേരുടെ ചിത്രം ഉണ്ടെങ്കിൽ 3 പേരുടെ ചിത്രം കൊണ്ടുവരാ. ഭവനത്തിന്റെ 4 ഭാഗത്ത് ഇരുന്നുകൊണ്ട് മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം. അല്ല, ഉണ്ണിയുടെ മണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ അളന്ന് തിട്ടപ്പെടുത്തിപ്പോ ഉണ്ണിയുടെ മണ്ണ് പോയിട്ടുണ്ടോ? അല്ല, മണ്ണ് നിന്റെ കടലാസ് പത്രത്തിലുള്ള മണ്ണ് നിന്റെ കയ്യിലുണ്ടോ? ആധാരത്തിലുള്ള മണ്ണ്
പൊക്കോട്ടെ, നിന്റെ മണ്ണിൽ കൂടെ വരാണ്ട് ഞാൻ നോക്കിക്കോളാം. അതുപോലെ അല്ല, ആ വഴിക്ക് വരാതിരിക്കാമെന്നാണ് നമുക്ക്. അത് ഞാൻ കൊള്ളാൻ പറ്റണില്ല. പിന്നെ അവനൊക്കെ നമ്മുടെ വീട്ടിൽ കല്ലൊക്കെ ചെയ്തില്ല, അവര് തെറ്റുകൊണ്ട് കിടക്കാൻ പറ്റില്ല. അപ്പം അത് ഈ വില്ലേജിലാണെങ്കിൽ വീട്ടുകാർ കിടക്കുന്നത് ആരുടെ പേരിലാണെന്ന് നോക്കണം. അത് നടക്കാൻ പറ്റുന്നവരാണ്. അതാണെങ്കിൽ അവന് ആ സ്ഥലം എടുത്തേക്കുന്ന ആളുടെ ആധാര പ്രകാരം പദ്ധതി പ്രകാരം ഇത് കിടക്കാൻ പറ്റുകയാണെങ്കിൽ അയാളെ തടയാൻ പറ്റില്ല. അയാൾ അവരുടെ സ്ഥലം എടുത്തിട്ടല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പദ്ധതി പ്രകാരം അവർ കിടക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്ന് പറഞ്ഞു. അത്രയും മതി, പൊക്കോ, അത്രയും മതി. അല്ല, അത്രയും വരെ ഞാൻ കൊണ്ടുവന്ന് നിർത്തില്ല, അത് മതി. നിന്റെ മണ്ണൊരു തുള്ളി പോയിട്ടില്ല, ഒരു തുള്ളി മണ്ണ് നിന്റെ കയ്യിൽ കൈവശം വേറെ വന്നിട്ടില്ല. നിന്റെ കടലാസുപത്രത്തിൽ പറഞ്ഞ മണ്ണ് തീർപ്പാക്കി അതിനകത്തുണ്ട്, അതൊന്നും എടുത്തിട്ട് പോയിട്ടില്ല. ഇപ്പൊ ശരിയായി. ഇനി മീറ്റുള്ള കാര്യമില്ലേ, അത് ഞാൻ തന്നേക്കാം. ആ അല്ല, മീറ്റുള്ള കാര്യം ഞാൻ പ്രവർത്തിക്കാൻ പറഞ്ഞില്ലേ. ആ അത് ഞാൻ വഴി ഉണ്ടാക്കി തരാം, നീ പേടിക്കണ്ട. ഇതാ ജോലി ചെയ്യുന്ന രാജ്യത്തിന്റെ പേര് വേണം, ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ആ കമ്പനിയുടെ പേര് വേണം, അവിടുത്തെ ആ കൊണ്ടുപോകുന്ന വാഹനം, ആ വാഹനത്തിന്റെ അക്കം വരെ എഴുതി തന്നേക്കണം എനിക്ക്. എന്തിനാണെന്നറിയൂ, 2 വട്ടം വീഴാൻ പോയതാ, അപ്പോഴും കാളി തന്നെ തടുത്തു നിർത്തി. എന്നിങ്ങനെ എൻ്റെ ഇല്ലത്തിന് വന്ന ഉണ്ണിയാണെന്ന് പറഞ്ഞിട്ട് അത് പ്രവർത്തിച്ചത് ആരാന്നറിയും? നിന്റെ പിതാവിന് തുല്യമായിട്ടുള്ള ഉണ്ണിയുണ്ട്, മനസ്സിലായ? മാതാവിന്. പിന്നെ ഒരു കുട്ടി നെയ്യ് പൊരിയിൽ കൊണ്ടുവരണം, ഒരു കുട്ടി മദ്യം കൊണ്ടുവരണം, ഒരു കോടിമുട്ട് കൊണ്ടുവരണം, പിന്നെ ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുവരണം. ഒരു സ്ത്രീ പ്രതിമ കർമ്മം നീട്ടണ്ട, കർമ്മം നീട്ടി കൊണ്ടുകൊണ്ടാന്ന് മനസ്സിലായ? വ്യാഴം 11 വന്ന് നിൽക്കാം. ഈ കർക്കിടകത്തിലൊരു വീഴ്ച അവിടെ ഇല്ല, അത് വീഴാണ്ട് ഞാൻ നോക്കാം. ഇനിയിപ്പോൾ നിന്റെ പുരുഷൻ അവിടെ വീണെന്ന് നിനക്ക് നിശ്ചയിക്കാനായിപ്പോ എനിക്കതിന് തെറ്റില്ല. എന്നിട്ടില്ലേ, കർക്കിടകത്തിൽ മറ്റുള്ള കരുക്കൾക്ക് ബലം കുറയും, എനിക്ക് ബലം കുറയില്ല. അപ്പോൾ ആ കാളി തട്ടിടും. മനസ്സിലായ? നിന്റെ ദേശത്തെ കാളിയല്ല, ആ മലബാർ സംഘം പോയുള്ള കാളി തട്ടിടുന്നു നിന്റെ പുരുഷന്. 2 പ്രാവശ്യം അങ്ങനെ വീണിട്ടുണ്ടാ നിന്റെ ഭവനത്തിൽ വെച്ച്? അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ വീണിട്ടുണ്ടാ ഈ ദേശത്ത്? ആ നീ ഉള്ളത്ത് വീണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ദേശത്ത് വെച്ച് വീണിട്ടുണ്ടോന്ന് കേട്ടിട്ടുള്ളൂ. ആ നിന്റെ ദേശത്ത് വെച്ചിട്ട് ഈ മണ്ണിൽ വീണിട്ടുണ്ടാ, അവിടെ പോയിട്ട് വീണിട്ടുണ്ടാ? മതി. പിന്നെ ആളുടെ പേര് കർമ്മം മാറ്റുന്നുണ്ട്, 10 കർമ്മം മാറ്റുന്നുണ്ട്, 10,000 ചെലവുള്ളൂ. പിന്നെ ഒരു കലക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു 2 പേര് ലൈഫ് ചെയ്യുക, അതിന് 3,000 ചെലവുള്ളൂ. മൊത്തം 13,000 ചെലവുള്ളൂ. പിന്നെ ചെയ്യുന്നുണ്ടാ? അപ്പോൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു നാണയം എടുത്ത് ആ നീതി ചിത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു നാണയം എടുത്ത് ഭഗവാനെ വിചാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭർത്താവിനോട് മനസ്സിൽ വിചാരിച്ച് ശരീരം ഇടുക. എന്നിട്ട് ആ നാണയത്തെ ഉള്ളിൽ വയ്ക്കുക. ചൊവ്വാഴ്ച വരുമ്പോൾ ഈ പൂ തിരിച്ചു കൊണ്ടുവരിക, 13,000 രൂപ കൊണ്ടുവരിക, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരിക കേട്ടോ. അറിയിക്കോ ഭാഷയോടെ എഴുതി തരും കേട്ടോ. അടുത്ത സിന്ദൂറുണ്ട്, അതിനൊക്കെ കണക്കുണ്ട്, മനസ്സിലായില്ല? അതെന്താ ചാർത്തുന്നത്? എന്നിട്ട് നീ അത് ചാർത്തിട്ട് നീ എന്നോട് എൻ്റെ പുരുഷന്റെ കഥ പറയണേ ശരിയാ? എന്താ എന്തിനാ അത് തരണേ? അത് ഊരി വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ അടുത്ത് കെട്ടിയാ പോലെ. ചോദിക്കുന്നു എന്ന് പറഞ്ഞു. നീ ഇപ്പൊ എന്തിനാ എൻ്റെ അടുത്ത് വന്നേ? നിന്റെ പുരുഷന്റെ കാര്യത്തിന് വേണ്ടി. പുരുഷൻ കെട്ടിയ താലി നിന്റെ കണ്ടത്തിലില്ല, ചാത്തി സിന്ദൂറും ഇല്ല. പിന്നെ നീ ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എന്താ അവകാശം? അതായിക്കോട്ടെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. അപ്പൊ അത് ഇടണ്ടേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ മാലയുടെ കണക്ക് പറഞ്ഞില്ല, താലിയുടെ കണക്കാ പറഞ്ഞുള്ളൂ. ഒരു പെൺസന്താനത്തിന് മറ്റൊരു പുരുഷൻ മംഗല്യം കഴിച്ചു എന്ന് അടയാളപ്പെടുത്തുന്നത് കൂടാക്കണ്ട് വേറെ കുറെ അർത്ഥങ്ങളുണ്ടെങ്കിൽ അതിന് നിന്റെ മാതാവിനോട് ചോദിച്ചു. ഞാനൊരു ഉണ്ണികളോട് ഇങ്ങനെ പറയാറില്ല, ഞാൻ നിന്നോടത് പറഞ്ഞതിന് കാര്യകാരണമുണ്ട്. ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ല. നീ മാതാവല്ലേ, ഇത് പറഞ്ഞു കൊടുക്കില്ലേ? ആരാ പറഞ്ഞു കൊടുക്കണ്ട? പിതാവല്ല പറഞ്ഞു കൊടുക്കണ്ട, മാതാവാ. കെട്ടുടിപ്പിച്ച് മറ്റൊരില്ലത്തേക്ക് പോയാലും ശരി, ആ പുരുഷൻ 10 പേരറിയ താലിയാർത്തിയ താലി കണ്ടത്തിലുണ്ടാവണം. അതാണ് ഒരു പെണ്ണിന് ബലം, മനസ്സിലായ? എന്താ വേണ്ടേ? അല്ല, അതെനിക്ക് മനസ്സിലായി. ഇതെന്താണ്? ഇനി ഏതില്ലത്ത് പോയാലും അത് നിന്റെ കണ്ടത്തിലുണ്ടാവണം. വലുപ്പമുള്ളോ ചെറുപ്പമുള്ളോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അന്ന് കെട്ടിയത്
അത് നിന്റെ കണ്ടത്തിൽ ഉണ്ടാവണം. താലി നീതി ഉണ്ടോ ഇല്ല അത് ഞാൻ ചോദിച്ചില്ല. ഒരു ചരടിലായാലും ശരി, അതൊരു പെൺസന്താനം ഏതായിക്കോട്ടെ, മംഗല്യം കഴിഞ്ഞാൽ അത് കണ്ടത്തിൽ ഉണ്ടാവണമെന്നാ പറഞ്ഞുള്ളൂ. മീതിയൊക്കെ പണയം വെച്ചാലും അടമാനം വെച്ചാലും ആ കെട്ടിയ താലി അടമാനം വെക്കാൻ പാടില്ല. മനസ്സിലാവുന്ന? മറ്റൊരു സമുദായത്തിന് അത് നിര്യാണം വന്നു കഴിഞ്ഞാൽ, പുരുഷൻ നിര്യാണപ്പെട്ട് അല്ലെങ്കിൽ ആ മാതാവ് നിര്യാണപ്പെട്ടു പോയി, ആ താലി ആ ആസ്ഥാനത്തേക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ഉടമ്പടി കൂടി കേട്ടിട്ടുണ്ടോ? നീ അറിയൂ അതേത് സമുദായം? അന്ന് കെട്ടുന്ന താലി ആ ആസ്ഥാനത്തേക്ക് കൊടുത്തേക്കണമെന്ന് നിര്യാണം വന്നു കഴിഞ്ഞാൽ. കേട്ടിട്ടുണ്ടോ? ഉണ്ടാ? കേട്ടിട്ടുണ്ടാ? അതെന്തിനാ? ആ മിന്നു കിട്ടിട്ട് വേണം അവിടെ അല്ല. ഇതൊക്കെ മനസ്സിലാക്കി വെക്കണമെന്ന് അല്ലാതെ ഇന്നത്തെ ചില ഉണ്ണികളുടെ സമ്പ്രദായത്തിന് നടക്കലല്ല. ഞാൻ നീ മോശമായിട്ട് നടന്നൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് എന്നോട് ഇഷ്ടം തോന്നിയാലും വെറുപ്പ് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഇങ്ങനെയാ, എൻ്റെ കാര്യക്കാരനും ഇങ്ങനെ തന്നെയാ. ഞാൻ പറയാത്ത കാര്യം എൻ്റെ ഏട്ടൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും അങ്ങേരോട്. ഞാൻ പറയാണ്ട് മറന്നു പോകുന്ന ചില കാര്യങ്ങളും മറച്ചു വയ്ക്കും. അപ്പൊ എൻ്റെ ഏട്ടൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും ഇന്നത് ഉണ്ടായിരുന്നു. മനസ്സിലായ? അങ്ങനത്തെ ഒരു ഇല്ല ഇത്. നാമോദയം പറഞ്ഞാൽ കൊണ്ട് സ്നേഹബന്ധമാണ്. ആ ഒരു സന്താനത്തിന്റെ ഭവനം എവിടേക്കാ നിന്നെ മംഗല്യം കഴിച്ചേക്കണത് എന്ന് ചോദിച്ചിട്ടാ. അത് മതി. കുതിരപ്പുറത്ത് സംസ്ഥാനിക്കുന്ന ദിക്കാണെങ്കിൽ പറയണേ. അതുകൂടാണ്ട് തിരുവാണിക്കാവിലെ ഉറപ്പുറന്നുകൊണ്ടിരിക്കുന്ന ഇല്ലത്തുന്നല്ലേ വരണേ. അതൊക്കെ അതിന്റെ മധ്യത്തിൽ പെടുന്ന ദേശല്ലേ. ആ നിന്റെ മിന്നു കെട്ടിയതായ ഉണ്ണിയുടെ ആ ഭവനത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടത്തോടു കൂടിയാണോ നിന്നെ മംഗല്യം കഴിച്ചെന്ന ചോദ്യം. ഉണ്ണിയുടെ ഭവനത്തിലുണ്ടായി അങ്ങനെ എതിർപ്പ്? ആരുടെ ഭാഗത്തിന് എതിർപ്പുണ്ടായി? പറയൂ, ഉറക്കപ്പറ. ഇനി ആ ഉണ്ണിയുടെ ഭവനത്തിലോ നിന്റെ ഭവനത്തിലോ? ഞാൻ ചോദിച്ചതിന്റെ കാര്യം, നീ ഇപ്പൊ നിൽക്കുന്നത് നിന്റെ മിന്നു കെട്ടിയ ഉണ്ണിയുടെ ഭവനത്തിലോ നിന്റെ സ്വന്തം ഭവനത്തിലോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നല്ലേ? അതിനൊരു പെണ്ണിനും ഇഷ്ടക്കുറവുണ്ടായ? അല്ല, ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കാം. ഞാനിവിടെ വെറുതെ കാര്യങ്ങൾ പറയില്ല. കാര്യങ്ങളൊക്കെ ഒരു രാശിപ്പലകര്, ആ രാശിപ്പലകരാണ് ദൈവത്തിന് പറയുന്ന പോലെ ഞാൻ പറയും. അപ്പൊ സമയം നല്ല കപ്പിലാളും 15 വന്നിട്ടു. ഉണ്ണിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞു. മറ്റുണ്ണിയുടെ വിശാഖ. എന്താണ് ഇത് നക്ഷത്രം എന്ന് പറഞ്ഞു? എവിടെയെങ്കിലും കൊണ്ടുപോകാനുണ്ടോ അവരെ? നീ ഒന്ന് ചിന്തിച്ച് നോക്കിയത് പെട്ടെന്ന് പറയല്ലേ. നീ സങ്കല്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ പുരുഷൻ സങ്കല്പിച്ചു. ഞാൻ ആരും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് വിട്ടിട്ടില്ല. ഉണ്ണിയിൽ സങ്കല്പിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഉണ്ണി സങ്കല്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിതാവിന്റെ ഭവനത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന പോലെ സങ്കല്പം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്ന് ചോദിച്ചു നോക്കി. ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഞാനങ്ങനെ പറഞ്ഞ പെട്ടെന്ന് സമ്മതിക്കുന്ന ആളല്ല. എനിക്ക് ആ കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇല്ലത്തെ കാര്യമില്ല. എനിക്ക് വന്ന കാര്യം പറഞ്ഞ് ഉണ്ണിനെ പറഞ്ഞയച്ചാൽ മതി. ഏരുണ്ണികൾ എന്നെ കാണാൻ കാത്തു നിൽക്കണ്ട. അപ്പൊ ആ കാര്യം പറഞ്ഞു വിട്ടാൽ മതി. ഞാൻ അങ്ങനെ പറഞ്ഞു വിടും ആളല്ല. ആ ദേശത്തെ കാളിയുടെ ആസ്ഥാനത്ത് അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ജോലി കിട്ടിയാലല്ലേ പുറത്തുനിന്ന് ജോലി കിട്ടിയില്ലേ? അല്ലാണ്ട് അതിന് വരുമാനം കൂടിയിട്ടല്ലല്ലോ പുറത്താണ്.
വരുമാനം കിട്ടിയ 6 കടന്ന് പോയാൽ കൊടുക്കാന്നാണ് സമ്പ്രദായം. അല്ല, നീ ചോദിക്കുന്നതിന് ഉത്തരത്തിലേക്ക് വാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിരിക്കുന്ന വരമ്പത്ത് കളക്കല്ലേ, എന്റെ മാട് ഞാനും കൂടി നിൽക്കണ്ട, ആ വരമ്പ് നീ കളക്കല്ലേ. ഞാൻ ചോദിച്ച ഉത്തരം 6 കടന്ന് പോയാൽ കൊടുക്കാന്നാണോ പറഞ്ഞിട്ടുള്ളൂ ചോദ്യം. താളി തടസ്സം ഒരു പെണ്ണ് തടസ്സം നിൽക്കണമെന്ന് എങ്ങനെ നോക്കിയാലും ഒരു പെണ്ണ് തന്നെയാണ് നിൽക്കണം. അതിനെ ഞാൻ ഏത് വഴിക്കെന്നിറങ്ങിയതാ. ഇപ്പൊ 2 പെണ്ണായി. ഉഗ്രസ്വരൂപിണിയായ കാളിയും അതുകൂടെ ആകണ്ട് ഉണ്ണി സന്താനത്തിന്റെ മാതാവിന് തുല്യം അല്ലേ, അച്ഛന്റെ ജ്യേഷ്ഠൻ എന്നല്ലേ പറഞ്ഞേ, അതിന്റെ ഭക്തി. അപ്പൊ മാതാവിന് തുല്യല്ലേ, അതുപോലെ തന്നെ പിതാവിന് തുല്യം തന്നെയല്ലേ അങ്ങേര്. ഒരു ആണും പെണ്ണും നിൽക്കുന്ന, അതുകൂടാണ്ട് ഒരു കാളി രൂപത്തിലൊരു പെണ്ണ് നിൽക്കണം. അത് ഏതെന്നറിയണ്ടേ? എന്റെ ശരിയായിട്ടുള്ള കാര്യം അതാണ് ഞാൻ ചോദിച്ചത്. ആ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവിനും തിരുവാണിക്കാവിലോടൊപ്പം എന്നുള്ള കാളിയിലെ അരികിലല്ലേ, അതിന് മധ്യത്തിലല്ലേ എന്ന് ചോദിച്ചതാ. ശരിയല്ലേ? അപ്പൊ നീ അത് കൊടുക്കാന്ന് പറഞ്ഞ് ഒരു പിടി വലിയൊരു ചുവന്ന പട്ടില് നിന്റെ കണ്ടം മുഴിഞ്ഞ്, അതിനിപ്പോ കണ്ടം മുഴിയാൻ പറഞ്ഞ താലിച്ചേടുണ്ടാവണം. ഇപ്പൊ താലിയുടെ ആ ഭാഗത്തേക്ക് വന്നതിന്റെ കാര്യം മനസ്സിലായോ നിനക്ക്? എന്റെ കണ്ടത്തിൽ മിന്ന് കെട്ടിയാൽ കണ്ടത്തിൽ മിന്നില്ലാണ്ട് കണ്ടത്തിൽ മിന്ന് കെട്ടിയെന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റും. എന്റെ കണ്ടത്തിൽ മിന്ന് കെട്ടിയ ഇന്ന ദേശത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ച് ഇന്ന നാമോദയം ഇന്ന നക്ഷത്രക്കാരൻ ഇന്ന ദേശത്ത് വില്ലും വേലയ്ക്ക് പോയ എന്റെ പുരുഷനായിട്ട് 2 സന്താനങ്ങൾക്ക് ജന്മം നൽകിയ ആ ഉണ്ണിക്ക് കർമ്മം കിട്ടിക്കഴിഞ്ഞാൽ എന്നല്ലേ പറഞ്ഞ് ആ കർമ്മം കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്തേക്കാം, വൈകില്ല എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന പട്ടിൽ ഒരു പിടി വെള്ളി ചേർത്ത് ആ ഉണ്ണി പോയ ദിക്കും ഉണ്ണിയുടെ നാമോദയം നക്ഷത്രമൊക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞു. ഇനി ഞാൻ കർമ്മം ഉണ്ടാക്കി തന്നാൽ എനിക്ക് പറഞ്ഞു തരാന്ന് തരണം. ഇല്ലെങ്കിൽ പിന്നെ കാളിക്ക് കൊടുക്കാന്ന് പറഞ്ഞ കണക്കല്ല, ചാത്തനാ ഞാൻ. സ്വാമി പറഞ്ഞ വഴിപാടോട് ചെയ്തു ചാത്തനാ ഞാൻ, മനസ്സിലായില്ലേ? കാളിയല്ല. കാളി അമ്മ സങ്കല്പത്തിൽ സന്താനങ്ങളല്ലേ വെച്ചിട്ട് വിട്ടുകളയുന്ന അച്ഛനോട് കണക്ക് ചോദിച്ച മുതലാജൻ അല്ല. ഞാൻ പറഞ്ഞത് അച്ഛനോട് കണക്ക് പറഞ്ഞ മുതലാണ്, മനസ്സിലായ? എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ വില്ലുംപേലും ചെയ്ത് കൊടുത്തോ, അതിന്റെ വല്ലിക്കൂലിയും കൊടുത്തു, നിനക്ക് കിട്ടാനുള്ള നീ കണക്ക് പറഞ്ഞു വാങ്ങിക്കണം, നിന്റെ ഇല്ലത്തായാലും ശരി. അതായത് നിന്റെ പുരുഷന്റെ നാമോദയ നക്ഷത്രം, ആ കർമ്മമേഖല ചെയ്യുന്ന എന്താ മേഖല? 10 കർമ്മം പ്രവർത്തിക്കാൻ നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തൊരു നുള്ളു മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, ആ ഉണ്ണി സന്താനത്തിന്റെ ചിത്രം ഇത് കൊണ്ടുപോവാ. അതുകൂടാതെ കണ്ട് ഒരു സ്ത്രീ പ്രതിമ, ഒരു പുരുഷ പ്രതിമ, ഒരു മുക്കണ്ണൻ ഇത് കൊണ്ടുപോവാ. എന്നിട്ട് അതുകൊണ്ട് എന്റെ ശരിയായിട്ടുള്ള കാളിനെ എടുത്ത് കൊടുത്തു. ആ സ്ത്രീ പ്രതിമ, പുരുഷ പ്രതിമ, മുക്കൺ, ആ കോഴിക്കല്ലുണ്ട്, കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാ? കൊടുങ്ങല്ലൂർക്കാവ് കേട്ടിട്ടുണ്ടാ? എന്റെ കാളിയുടെ ഇല്ല, ശരിയായിട്ടുള്ള കാളിയ അവിടെ കൊണ്ടു കൊടുക്കാം, മുക്കണ്ണൻ അങ്ങോട്ട് കൊടുക്കാം. മനസ്സിലാവണ്ട? അവർ പ്രാർത്ഥന വെച്ചത് ഞങ്ങൾ 2 പേരും കൂടി മംഗല്യം കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ മംഗല്യം നടക്കാതിരിക്കാനോ എന്തെങ്കിലും പ്രാർത്ഥനാ സങ്കല്പങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പോണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കൊണ്ടു കൊടുക്കാം. മനസ്സിലാവണ്ട? അതുപോലെ തന്നെ ഇന്ന് തൊട്ട് നെറ്റിയിൽ സിന്ദൂരം ഉണ്ടാവണം, കണ്ടത്തിൽ മിന്നുണ്ടാവണം, താലിച്ചരട്. മനസ്സിലാവണ്ട? നീ വേറെന്തൊക്കെ സർവാഭരണ വിഭൂഷിച്ചായിട്ട് ഞാനും എന്റെ കാളി നടക്കുന്ന പോലെ നടന്നു, അതിലൊന്നും എനിക്ക് തെറ്റില്ല. ഏത് പെൺസന്താനായാലും എന്റെ ഇല്ലത്ത് വരുമ്പോ കണ്ടത്തിൽ മിന്ന് കെട്ടി ഉണ്ണിണെങ്കിൽ കണ്ടത്തിൽ മിന്നുണ്ടാവണം. അതെനിക്ക് നിർബന്ധം. എന്തിനാണെന്നറിയോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സമ്പ്രദായം നീ എങ്ങനെ ചെയ്യാം? കണ്ടത്തിൽ മിന്നില്ലാണ്ട് സമ്മതിച്ച അതിന് തന്നെ ഞാനും പറഞ്ഞു. അതല്ല പറഞ്ഞ നീ നിന്റെ പുരുഷൻ പോയ ദിക്ക്, ആ പുരുഷന്റെ നാമോദയ നക്ഷത്രം, മാതാവിന്റെ പിതാവിന്റെ പേര്, നിന്റെ ഭവനത്തിലെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, ഒരു പുരുഷ പ്രതിമ, ഒരു സ്ത്രീ പ്രതിമ, ഒരു മുക്കണ്ണൻ ചുവന്ന പട്ടില് പൊതിഞ്ഞു കൊണ്ടുപോകാൻ ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഇവിടുന്ന് അത് കഴിഞ്ഞപ്പോ തന്നെ പൊക്കണം. കാളിയുടെ ഇല്ലത്തിൽ ഭവനത്തിലേക്ക് പോകാൻ പാടില്ല. അതും കൂടി തയ്യാറെടുത്ത് വന്നേക്കണം. എൻ്റെ മനസ്സിലാവണ്ട? ഒരു പുരുഷൻ അങ്ങയുടെ അടയാളമായിട്ട് എൻ്റെ അച്ഛനും മാതാവും ഈ ഭൂമി മലയാളം ഈ ലോകം സാക്ഷി നിർത്തി കത്തിച്ച വെച്ച ദീപത്തിന്റെ തിരുമുമ്പില് നിന്റെ കണ്ടത്തിൽ കെട്ടുന്ന ഒരു താലിയുണ്ട്, അത് നിന്റെ കഴുത്തിലുണ്ടോ എന്നാ ചോദിച്ചുള്ളൂ. അത് ഞാനിപ്പോ പറയണില്ല. ഇത്രയും നിന്നോട് പറഞ്ഞാൽ എനിക്കത് പറയാറിയണ്ടല്ല. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളെ അറിഞ്ഞാലും പറയാൻ പാടില്ല എന്ന്. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് അപ്പൊ കാണാം. ഏത് എൻ്റെ 2ഉം 2 അടുത്താക്കിയിട്ട് എനിക്ക് തൂക്കത്തിനുള്ള വെള്ളി തരാൻ വരുമ്പോ അപ്പൊ കാണാം. പോരെ?
വാങ്ങിച്ചുകൊണ്ട് പോയതല്ല, ചോദിച്ചപ്പോ നീ കൊടുത്താന്ന് പറയും, തട്ടിപ്പറിച്ചതല്ലല്ല. അങ്ങനെ വാ. എന്നെ വസ്തു പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പേരിലുള്ള വസ്തു എഴുതി മാറ്റാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അത് മുന്നോട്ട് പേരിൽ തന്നെ എഴുതി മാറ്റിയിരുന്നു. എനിക്ക് ഒരേക്കർ വസ്തു സർക്കാർ അങ്ങനെ എനിക്ക് പറിച്ചു തരും. അതിപ്പോൾ 15 സെൻറ്റ് പറിച്ചു എടുത്തോളെന്ന് പറഞ്ഞ് താലൂക്കിൽ നിന്ന് പേപ്പർ വന്നിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ അതെന്താ അങ്ങനെ? അതിൽ എനിക്കൊരു ഒരു ഉത്തരം കിട്ടിയില്ല. അതെന്താ അങ്ങനെയാണ്? എൻ്റെ ഒരേക്കർ വസ്തു പറിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിൽ മുമ്പ് ഞാൻ പേപ്പർ വന്നായിരുന്നു. ആ വസ്തു ഇപ്പോൾ 15 സെൻറ്റ് എടുത്തോളുന്ന താലൂക്ക് ചെറിയ കണക്കുകാർ പറയുന്നു. ഒരേക്കർ തരാൻ പറ്റത്തില്ല എന്ന് അവർ പറയുന്നു. കാരണം ഒരേക്കർ തരാൻ പറ്റത്തില്ല എന്ന് അവർ കൊടുക്കുക. എന്തെങ്കിലും എൻ്റെ പേപ്പറെല്ലാം ഉണ്ട്. ആ മണ്ണിന്റെ അധികാരപത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. ഉത്തരവാദിത്ത വസ്തുവാണ്. അപ്പോൾ സർക്കാർ ഭൂമി അത് പറിച്ചു തരുന്നതിൻ്റെ ഭാഗമായിരുന്നു. അത് പറിച്ചു തരാൻ മുന്നേറ്റി അവർക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് തരത്തില്ലായിരുന്നു. അല്ല, നിനക്ക് അങ്ങനെ പതിച്ചു തരാം എന്ന് അധികാരപത്രം നിന്റെ കയ്യിൽ വന്നിട്ടുണ്ടോ? അപ്പൊ നമുക്ക് പോവാം. കറുത്ത പത്രക്കാരനായിട്ടൊരു ഭാഗത്തിന് നീ തയ്യാറാണ്? ഞാനും തയ്യാറാണ്. മനസ്സിലായി? ഇത്രയും ഇന്ന ഭാഗത്ത് ഇപ്പൊ കൈവശം വെച്ചിരിക്കുന്ന ആ മണ്ണ് അവർക്ക് അധികാരപത്രം നീണ്ടുപോയാൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? മനസ്സിലായില്ല? അതും അതിന്റെ അപ്പുറത്ത് തിരിച്ചു കിട്ടോ? എന്താ മിണ്ടാത്തത്? അല്ല, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ ചോദിക്കുന്നല്ല. ഞാൻ ഇരിക്കുന്ന വരുമ്പത്ത് നീ കളക്കല്ലേ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വാ. നീണ്ടുപോയാൽ നിനക്ക് ചെലവാകുന്ന വെള്ളി തിരിച്ചു കിട്ടുമെന്നോ ചോദ്യം? അതെനിക്ക് മനസ്സിലായി. ആ വെള്ളി തിരിച്ചു കിട്ടുമെന്ന്. നിനക്ക് ചെലവാകുന്ന വെള്ളി തിരിച്ചു കിട്ടും. വാക്കുവാദം വിജയിച്ചാൽ നിനക്ക് വെള്ളി കിട്ടുമെന്നോ ചോദ്യം? നഷ്ടഈട് കിട്ടോ? അതായത് ഈ കേസ് നീണ്ടുപോകുമ്പോൾ കേസ് നിങ്ങൾക്ക് വിധി അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്ന് ഗുണലാഭം അല്ലേ? അതല്ലേ ചോദിച്ചാൽ ഞാൻ നീണ്ടു പോട്ടെന്ന്. നീ ചെലവാകുന്നതും നിന്റെ സമയനിഷ്ഠം നിന്റെ കർമ്മം മുടങ്ങുന്നതൊക്കെ അതിനൊക്കെ കണക്കാക്കി, അതായത് നിനക്കൊരു ദിനം 800 വെള്ളിയോ 1000 വെള്ളി കിട്ടുന്ന ഒരു ഉണ്ണിയാണെങ്കിൽ അന്നത്തെ നിന്റെ വില്ലും വേല മുടക്കി പോകുമ്പോ ആ കറുത്ത വസ്ത്രക്കാരൻ വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങേക്ക് കിട്ടേണ്ട വെള്ളിയും നിനക്ക് ചെലവായതും ഇത്ര കാലം നീ വന്നതും പോയതും ഒക്കെ കണക്കാക്കി നിനക്കൊരു ഭണ്ഡാരം കിട്ടുമെന്ന് ചോദ്യം. ഭണ്ഡം കിട്ടും, ലാഭം ഇങ്ങോട്ട് കിട്ടും. അപ്പൊ നീണ്ടുപോട്ടെ, അതല്ല നല്ലത്. അപ്പൊ നിനക്ക് ഞാൻ അത് തന്നെ ഞാനും പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കളത്തിൽ കയറി കളിക്കേണ്ട കാര്യമില്ല. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ അന്നം വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടാ, നീ പേടിക്കണ്ട. ആ സ്ഥാപനത്തിന്റെ പേര് പറ. വ്യാഴം 11 വന്ന് നിൽക്കാം. അത് വന്നിട്ട് അധികം ദിനമൊന്നുമല്ലേ, ഒരു 15 നാളായിട്ടുള്ളൂ. വ്യാഴം 11 വന്നിട്ട് 15 നാളായിട്ടുള്ളൂ. അപ്പോഴേക്കും നിനക്ക് ഞാനിത് ഉണ്ടാക്കി തന്നില്ലേ? ആ സ്ഥാപനത്തിന്റെ പേര് എഴുതി കൊടുക്കും. വഴി ഞാൻ ഉണ്ടാക്കി തരാം. കരുവുരുവായിട്ടുണ്ടോ? അപ്പൊ നീ ഇതിന്റെ മറച്ചു വെച്ചേ. നിന്റെ ഉദരത്തിലെ ആ ഉണ്ണിക്ക് ഇത്ര ദിവസമായിട്ടെന്ന് ഞാൻ പറഞ്ഞത് എന്തിനാ? അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് നഷ്ടമില്ല, ലാഭമുള്ളൂ. നഷ്ടം എനിക്കുണ്ടായുള്ളൂ. നഷ്ടം എനിക്കുണ്ടായുള്ളൂ. പടിപടി എവിടുന്ന് എവിടേക്ക് മാറുന്നു?
ഇതാണ് ഒരുവിധം ഉണ്ണികൾക്കുള്ള ഒരു വിഷയം. അതാ മംഗല്യം കഴിച്ച് വാമഭാഗത്തിനെ കയ്യിൽ കിട്ടിയാൽ പിന്നെ മാതാവും വേണ്ട, പിതാവും വേണ്ട, ഗ്രഹവും വേണ്ട, വേറെ എവിടെയെങ്കിലും ഈ തങ്ങിപ്പുറത്ത ഇതിന്റെ 30 നാളത്തെ വെള്ളിയും അതിന്റെ ചെലവും കൂട്ടിക്കഴിച്ച് ആർക്കാ നഷ്ടം? നിനക്ക് ലാഭം നഷ്ടം. ഞാൻ ഇങ്ങനെയൊക്കെ പറയൂട്ടാ. നീ മാറിപ്പോകുമ്പോ അതിന്റെ ഏനക്കേട് ആർക്കാണ്? കുറ്റം വഴി ആർക്ക് വരാ? ഇല്ലേ? നിനക്കല്ല വരുള്ളൂ. ആ ഉണ്ണി വന്ന് കയറി എൻ്റെ ഉണ്ണിന്റെ കാര്യങ്ങൾ വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞു കൊടുത്ത് ആ ഉണ്ണിനെ ഇവിടുന്ന് പറച്ചെടുത്തുകൊണ്ട് പോയി. അപ്പൊ അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ ഏറിയ കാലം കഴിയണം. ഇപ്പൊ 4 മാസക്കാലമായിട്ടുള്ള ഉദരത്തില് ഏറിയ കാലം കഴിഞ്ഞ് ഇതേമാതിരി ഒരു നിലയില് നീ ആ ഉണ്ണി വന്ന് നിൽക്കുമ്പോ, അതായത് നീ ജന്മം നൽകിയ ഉണ്ണി അതിന്റെ പിണിയാളരും വന്ന് നിൽക്കുമ്പോ നിനക്ക് മനസ്സിലാവും ഞാൻ അന്ന് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. മനസ്സിലായില്ല? ഇവിടെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഞാൻ വഴി ഉണ്ടാക്കി തരാം. അതിനല്ല ഞാൻ കള്ളത്തരത്തിനും അതിന്റെ അപ്പുറത്തും കൂട്ടു നിൽക്കുന്ന ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ഞാനാണ്. അതിനപ്പുറത്ത് വേറൊരാളില്ല വേണ്ടാത്തരം ചെയ്യാൻ. അതിനും മാർഗമുണ്ടല്ലോ. പിന്നെ എന്തിനും മാർഗമുണ്ടല്ലോ. അത് പറ്റില്ല. വേണ്ട, കൈ വെച്ച 7 നാൾ കൂടുമ്പോൾ 1 നാൾ, അത് അധികം പറ്റില്ല. ഞാനിപ്പോൾ അളവ് തരാൻ ഇവിടെ ഇല്ല. അതൊക്കെ എനിക്ക് തന്നു കഴിഞ്ഞു. ഇനി അത്താഴുണിന്നുള്ളൂ എനിക്ക്. മനസ്സിലായ? നീ കൈ വെച്ചോ, നിന്റെ പിണിയാളുടെ ശരീരത്തിലും കൈ വെച്ചോ, എൻ്റെ കത്തുന്ന ദീപത്തിലും കൈ വെച്ചോ. 7 നാൾ കൂടുമ്പോൾ 1 നാൾ അതെൻ്റെ പിണിയാളൊരു അളന്ന് തരുന്ന ആ അളവിനെ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. വെച്ചോ. എന്തായാലും നീ എൻ്റെ വലയിൽ പെട്ടു. ഇനി മാർഗമൊന്നുമില്ല. അങ്ങനെ ഒരു കൈ അതൊക്കെ നീ കൊണ്ടുള്ള പോലും താഴ്ത്തു വയ്ക്കും. അതൊക്കെ താഴ്ത്തു വയ്ക്കും. ഒരു ഇടത് കൈ പിണിയാളുടെ കയ്യിൽ വെച്ചു. ആ ഉണ്ണിക്ക് എൻ്റെ അച്ഛനും എൻ്റെ മാതാവും മുടപ്പുറന്നോളും ചൂലക്കാരും കൂടി 4 മാസക്കാലമായിട്ട് ഉദരത്തിലൊരു ഉണ്ണിയും കേട്ടാ. മനസ്സിലായില്ല? അത് നിന്റെ വിത്താ. മനസ്സിലായോ? ആ പാത്രത്തിനകത്ത് എൻ്റെ അച്ഛനും മാതാവും ചൂലക്കാരും ഞാനും കൂടി ഒരു കേടുപാട് കൊണ്ടിട്ട് 4 മാസക്കാലം വളർത്തി കൊണ്ടുവന്ന് നീ അധികം കാലമില്ല പുറത്തേക്ക് തരാൻ. അത് എന്താണെന്ന് എനിക്കറിയാം. അത് ഞാനിപ്പോൾ പറയില്ല. പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളി എനിക്ക് തരണം. 2600 മേലെ തൂക്കം തരും ഞാൻ എൻ്റെ ഉണ്ണിക്ക്. മനസ്സിലായില്ല? 3 താഴെ തൂക്കം ഞാനിപ്പോൾ പറയണമെങ്കിൽ എനിക്ക് അതിലെന്തെങ്കിലും അളവില്ലാണ്ട് ഞാൻ പറയില്ല. ഞാൻ ദീർഘവീക്ഷണമുള്ള കരുവാ. നടക്കാൻ പോകുന്ന എൻ്റെ കൺമുമ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നു. മനസ്സിലായി? നിന്റെ പിണിയാളര് കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചില്ലേ എന്തെങ്കിലും കരു ഉരുവായോ എന്ന് ചോദിച്ചപ്പോൾ അതുവരെ മറച്ചു വെച്ചു. 4 മാസക്കാലായി എന്ന് പറഞ്ഞു. എനിക്കറിയാം എത്രയായിട്ടുണ്ടെന്നുള്ളത്. മനസ്സിലാവണ്ട? അപ്പൊ നീ പറഞ്ഞു ഇനി മധുസേവില്ല. എൻ്റെ പിണിയാളരളന്ന് തരുന്ന അളവിൽ 7 നാൾ കൂടുമ്പോൾ അതും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ തോന്നണമെങ്കിൽ മാത്രമേ സേവിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വേണം ഒരു കൈ നെറുകേല വെച്ചോ. കയ്യിലൊന്നും പിടിക്കുന്നു. ഇത് പിടിച്ചെന്ന് കുറച്ച് നാളായി. അതൊക്കെ നെറുകേല വെച്ചോ. കൈ പിടിച്ചെന്നൊരു കാലം കുറച്ചായില്ലേ? ഇടത് കൈ വെച്ചോ, വലത് കൈ ദീപത്തുമ്പോ തൊട്ടോ. അങ്ങനെയൊക്കെ ശീലം എൻ്റെ. അതും എനിക്ക് നിർബന്ധമില്ല. വേണമെങ്കിലാവാം. ഞാനൊരു ഉണ്ണിയോട് കഴിക്കണ്ടെന്ന് പറയില്ല. ഉണ്ണികൾ കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഈ നിൽക്കുന്ന ഉണ്ണിയിൽ ചോദിക്കില്ല. അപ്പൊ പിന്നെ ചാത്തൻ ആദ്യം കൂടി നിർത്തി എന്നിട്ട് പറയാന്ന് പറയില്ലേ? മനസ്സിലായില്ലേ? ഓരോ ഉണ്ണികളോട് ഞാൻ പറ ഒരു പാത്രം നെയ്യ്, ഒരു കോടിയാട, ഒരു മധു കൊണ്ടുവരാൻ പറഞ്ഞതിന് എനിക്ക് സേവിക്കാനാ. ഞാനേ വീഴുന്ന ഉണ്ണിയിൽ വീഴും. ഞാൻ എത്ര സേവിച്ചാലും വീഴില്ല. എനിക്ക് സേവിക്കും തോറാ. എനിക്ക് ഓരോ ഉണ്ണികളോട് വേണ്ടതും വേണ്ടാത്തും ചെയ്യാനും പറഞ്ഞു കൊടുത്ത് ചെയ്തു കൊടുക്കാൻ ബോധം വരാ സേവിച്ചാലാ. മനസ്സിലാവണ്ട? അപ്പൊ സമ്മതിക്കല്ലേ? പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളി എനിക്ക് തരേണ്ട ഉണ്ണിയെ നിനക്ക് ആപത്ത് കൂടാണ്ട് കീറി മുറിക്കില്ലാണ്ട് ഞാൻ കൊണ്ടുവന്ന് തരും. മനസ്സിലായ? ഇതെങ്ങനെയാണെന്ന് എനിക്കറിയാലോ അല്ലേ? ഇതിവിടെ വരെ കൊണ്ടുവന്ന് നിർത്തിയത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ നിനക്ക്? അപ്പോൾ ആ ഭവനത്തിന്റെ 4 ഭാഗത്ത് ഒരു നുള്ളും മണ്ണും, ഒരു മുക്കണ്ണനും, ഒരു അക്ഷയശാൽ പ്രതിമ, ആണും പെണ്ണല്ലാത്ത അല്ലെങ്കിൽ ഒരു ഭദ്രകാളി പ്രതിമ, അതെടുത്ത് 2 പേരും ഒഴിഞ്ഞ് ഉണ്ണികളെ നിദ്ര കൊള്ളുന്ന മുറിയരെയും ആ 4 കാൽപ്പീഠം ഒഴിഞ്ഞു കാഞ്ഞ് ഉണ്ണികളുടെ ദേശത്ത് കാളിയുടെ ആസ്ഥാനത്ത് കൊണ്ടുകൊടുക്കും. വഴി ഞാൻ ഉണ്ടാക്കി തരാം. ഇങ്ങനൊരു രക്ഷ പൂർത്തീകരിക്കേണ്ട സമയമായിട്ട് ഉണ്ണിക്ക്. മനസ്സിലായില്ല? പൊട്ടിത്തൂളി പോവാണ്ട് 4 മാസക്കാലം ഞാൻ പിടിച്ചു നിർത്തി. അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അതിൽ വരുന്ന വഴികളേതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ പൊക്കം ദിനം 2 നേരം എൻ്റെ ഉദരം മുഴിഞ്ഞു കാണിട്ട് എനിക്ക് വെള്ളിട്ട് വെച്ചേക്കണം.
ആപത്ത് കൂടാണ്ട് നിനക്ക് ഏതാ വേണ്ട ആണോ കണ്ണ അങ്ങനെ അവലാതിപ്പറണ്ട എന്റെ കറുത്തതിനൊന്നും കൂടി ഇത് കഴിഞ്ഞോട്ടെ ഞാൻ വഴി ഉണ്ടാക്കി തരാം ഇതാ ചെമ്പോലത്തകടില്ലേ നിന്റെ കയ്യില് അത് നിലത്ത് വീഴരുത് വീണോ അശുദ്ധി വന്നിട്ടുണ്ടോ അതിന് അതായത് നിര്യാണം വന്ന സ്ഥലത്തോ പെറ്റുപ്രസവം കഴിഞ്ഞില്ലത്തോ അല്ലെങ്കിൽ ഔഷധക്കാരന്റെ ആസ്ഥാനത്ത് നിണം പോകുന്ന ദിക്കിലേക്ക് എങ്ങനെ നീ ഇതും കൊണ്ടുപോയോ എന്ന് എന്താ ചോദ്യം അപ്പൊ അതല്ലേ ഞാൻ ചോദിച്ചു ഔഷധക്കാരൻ എനിക്ക് പറയാൻ പാടുള്ളൂ നീ പറഞ്ഞ ഭാഷ എനിക്ക് പറയാൻ പാടില്ല ഔഷധക്കാരൻ ഞാൻ പറഞ്ഞത് എന്താ നിന്നോട് മറ്റുള്ള ഉണ്ണികൾ കാണരുത് നിലത്ത് വീഴരുത് നിര്യാണം വന്ന സ്ഥലത്തും പെറ്റുപ്രസവം കഴിഞ്ഞ് 16 ദിനത്തിനുള്ളിൽ നീ ആ ദിക്കിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ ഔഷധക്കാരന്റെ ആസ്ഥാനത്ത് കീറിമുറിക്കലോ അതുപോലെ തന്നെ വെട്ടിപ്പൊളിക്കലോ അതുകൂടാതെ കണ്ട് രണ്ടും രണ്ടിടത്താവുന്ന അതായത് പ്രസവം നടക്കുന്ന ആ ആലയത്തിന്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോ എന്റെ ചെമ്പോലത്തകട് നിന്റെ കയ്യിലുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല നാമോദയം പറയുണ്ണി വ്യാഴം 11 വന്നിട്ടുള്ള നക്ഷത്ര അതിലെന്താ കേട്ട രേവതി പൂരിട്ടാതി ഉത്തിട്ടാതി രേവതി വ്യാഴം 11 ശനി ഞാൻ 5 ബലവാനായിട്ട് നിൽക്കുന്ന വേപ്പലക്കാരിക്ക് കൊടുക്കുന്നുണ്ട് ആദ്യം മനസ്സിലായില്ല വേപ്പലക്കാരിന്ന് മനസ്സിലായോ നിനക്ക് എന്റെ ഈ ദേശത്ത് കാളിയാണെങ്കിൽ നിന്റെ ദേശത്ത് വേപ്പലക്കാരി നിന്റെ ഭാഷ എനിക്ക് അറിയാണ്ടല്ലോ ഞാനത് പറയില്ല മനസ്സിലായില്ല എനിക്ക് വിദ്യയില്ലെങ്കിലും എല്ലാവിധ ഭാഷകളും എനിക്കറിയാം ഞാനത് പറയില്ല എനിക്ക് എൻ്റെതായ ഒരു ഭാഷയുണ്ട് അതിൽ കൂടാതെ കണ്ട് ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞു നിന്റെ കാര്യം അപ്പൊ കരിമ്പ് പിടിച്ചിരിക്കുന്ന വേപ്പലക്കാരി കറുപ്പൻ പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്ന കറുപ്പനുള്ള ദിക്കിൽ നിന്ന് നീ വന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയിലും മുടക്കം കൂടാതെ കണ്ട് എന്നോടപ്പുറന്നുള്ള കളി അച്ഛന്റെ മകളായ കാളിക്ക് വേപ്പലക്കാരിക്ക് മുടക്കം കൂടാതെ കണ്ട് അവിടെ എന്താ കൊടുക്കണമെന്ന് അത് നീ മുടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപാരത്തിന് ഇരിക്കുമ്പോൾ ഒരു വെള്ളി അടച്ചു പോരുമ്പോ ഒരു വെള്ളി അങ്ങനെ ഉടമ്പടി വെച്ചേക്കണം ഇത് നിന്റെ കയ്യിലുണ്ടായിരിക്കണം ഇതാ അതുപോലെ തന്നെ 30 നാള് കൂടുമ്പോൾ ഉണ്ണിസന്താനത്തിന്റെ എത്ര വയസ്സായിട്ടുണ്ടോ ജന്മനക്ഷത്രം വരുന്ന നാള് അന്ന് അത്രയും വയസ്സുള്ള ചെറുനാരങ്ങ കുത്തിക്കൊടുക്കാം നിന്റെ ദേശത്ത് ഭാഷ എന്തെന്നാ പറയാ അത് എത്ര വയസ്സായുണ്ടോ അത്രയും വയസ്സുള്ള കുത്തിക്കോർത്ത് പുലർക്കാലം നീ കൊണ്ടുകൊടുക്കാം മനസ്സിലാവണ്ട ഇത്രയും വയസ്സ് കാലപ്രായം ഇത്ര വയസ്സായി ഇന്ന നക്ഷത്രം എന്റെ വയസ്സിനുള്ളതായ ചെറുനാരങ്ങ ഒരു ഹാരമാക്കിയിട്ട് എന്റെ സകല ദോഷങ്ങളും ഈ ചെറുനാരങ്ങയിൽ ഞാൻ കുത്തിക്കോർത്ത് നിന്റെ കണ്ടത്തിലിട്ടെടുക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നതൊക്കെ മനസ്സിലാവണ്ട അത് കാര്യങ്ങൾ അതിനപ്പുറേക്ക് അശുദ്ധിയായില്ലേ ഉണ്ണി അതെല്ലാം ഞാൻ പറഞ്ഞു എന്റെ ചെമ്പോലത്തകട് കൊണ്ടു കിടക്കും സൂക്ഷിക്കണം എന്ന് പറഞ്ഞതാ